ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്ററേച്ചർ പാർട്ടിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചർച്ച് ഗോയിങ് ഇസ് എ പോം ബൈ. ആരാണ് ചർച്ച് ഗോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ ജോൺ ഡൺ, ഓപ്ഷൻ ബി മാത്യു ആർണോൾഡ്, ഓപ്ഷൻ സി ഫിലിപ്പ് ലാർക്കൻ, ഓപ്ഷൻ ഡി മോറിൻ ഡഫി. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഫിലിപ്പ് ലാർക്കിൻ ആണ് ചർച്ച് ഗോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എഴുതിയിട്ടുള്ളത്. 2 women novelists who have written novels titled The Years. 2 women നോവലിസ്റ്റുകൾ ദ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ടൈറ്റിലുള്ള നോവൽ എഴുതിയിട്ടുണ്ട്. അത് ആരെല്ലാമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിൽവിയ പ്ലാത്ത്, വെർജീനിയ വുൾഫ്, ഓപ്ഷൻ ബി ആനി ആർനോക്സ്, വെർജീനിയ വുൾഫ്, ഓപ്ഷൻ സി ആൻ ബ്രോണ്ടെ, ജോർജ് എലിയറ്റ്, ഓപ്ഷൻ ഡി ആനി ആർനോക്സ് ആൻഡ് ഹെർത മുള്ളർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആനി ആർനോക്സും വെർജീനിയ വുൾഫുമാണ് ദ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലില് നോവൽ എഴുതിയിട്ടുള്ളത്. ആനി ആർനോക്സ് ദ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ പുറത്തിറക്കുന്നത് 2009 എന്നാൽ വെർജീനിയ വുൾഫ് ദ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ പബ്ലിഷ് ചെയ്യുന്നത് 1931. അക്കോർഡിംഗ് ടു എമേഴ്സൺ, ട്രസ്റ്റ് ഡാഷ് എവറി ഹാർട്ട് വൈബ്രേറ്റ്സ് ടു ദാറ്റ് അയൺ സ്ട്രെങ്. നമ്മളോട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ട്രസ്റ്റ് ഗോഡ്, ട്രസ്റ്റ് തൈസെൽഫ്, ട്രസ്റ്റ് മാൻ, ട്രസ്റ്റ് നേച്ചർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ട്രസ്റ്റ് തൈസെൽഫ് ആണ് ശരിയുത്തരം. എമേഴ്സൺ ഈ വരി ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ വർക്കിലാണെന്നും ഓർത്തിരിക്കാം. ബട്ട് ഫോർ ഹിം ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് ആഫ്റ്റർനൂൺ ആസ് ഹിംസെൽഫ്. ദ റെഫറൻസ് ഇസ് ടു. ഇതൊരു പോയത്തിലെ വരിയാണ്. ആരെ പറ്റിയിട്ടാണ് ഈ വരിയിൽ സംസാരിക്കണേന്നാണ് നമ്മുടെ ചോദ്യം. ചാൾസ് ഡിക്കൻസ്, വില്യം ഷേക്സ്പിയർ, W.B. Yeats, W.H. Auden. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. W.B. Yeatsനെ പറ്റിയിട്ടാണ് ഈ വരിയിൽ മെൻഷൻ ചെയ്യുന്നത്. ദ കോട്ട് "But for him it was his last afternoon as himself" is from W.H. Auden's poem In Memory of W.B. Yeats. W.H. Audenന്റെ In Memory of W.B. Yeats എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലാണ് ഈ വരി കാണാൻ പറ്റുക. The hymn refers to the Irish poet W.B. Yeats, whose death in 1939 is the subject of the poem. W.H. Audenന്റെ ഈ പോയത്തില് hymn എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത് W.B. Yeatsനെയാണ്. The ballad revival was inaugurated by the publication of. ബാലഡ് റിവൈവൽ ഏത് വർക്കിന്റെ പബ്ലിക്കേഷനോട് കൂടിയിട്ടാണ് തുടങ്ങുന്നതെന്നാണ് ചോദ്യം. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ പെർസീസ് റെലിക്സ് ആണ്. The ballad revival was inaugurated by the publication of Thomas Percy's Relics of Ancient English Poetry in 1765. Which of these plural forms is incorrect? തന്നിരിക്കുന്നതിൽ ഏത് പ്ലൂറൽ ഫോം ആണ് തെറ്റായി കൊടുത്തിരിക്കുന്നത്? 1960s, PhDs, 4s, TVs. ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1960s ഒരു എപ്പിസ്ട്രോഫിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. The pity of war is a phrase attributed to. Pity of war ആരുമായി ബന്ധപ്പെട്ടതാണ്? W.H. Auden, Wilfred Owen, Siegfried Sassoon, Thomas Mann. എപ്പോഴും വാറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയറ്റാണ് ഓപ്ഷൻ ബി വിൽഫ്രഡ് ഓവൻ. The phrase "The pity of war" is famously attributed to the British World War First poet വിൽഫ്രഡ് ഓവൻ. പിറ്റി ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസ് അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് പോയംസിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രൊഫസറിലാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. A verb or sentence that cannot take a direct object is called. ഡിറക്റ്റ് ഓബ്ജക്റ്റിനെ കൂടെ കൂട്ടാണ്ടുള്ള വെർബിനെ അല്ലെങ്കിൽ സെന്റൻസിനെ പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ഇൻട്രിൻസിക്, ഇൻവാരിയബിൾ. ഇൻട്രാൻസിറ്റീവ് വെർബുകൾക്ക് എക്സാമ്പിൾ ആണ് സ്ലീപ്, ലോഫ്, ക്രൈ, വാക്ക് എന്നൊക്കെ പറയുന്നത്. ഇത്തരം വെർബുകൾക്ക് ശേഷം ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അതിൽ തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആണ്. ഷീ സ്ലീപ്സ്, അവൾ ഉറങ്ങുന്നു. ദേ ലോഫ്റ്റ്, അവർ ചിരിക്കുന്നു. ഹീ ക്രൈഡ്, അവൻ കരയുന്നു. ഹീ വാക്സ്, അവൻ നടക്കുന്നു. എന്നാൽ ട്രാൻസിറ്റീവ് വെർബുകളുടെ കാര്യത്തിൽ ഈ ഒബ്ജക്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ഗേവ് കെവിൻ എ വൗച്ചർ. വി ഗേവ് കെവിൻ എന്ന് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാല് ഞങ്ങൾ കെവിന് കൊടുത്തു എന്നുള്ളൂ. എന്ത് കൊടുത്തു എന്നായാലേ അവിടെ അത് കംപ്ലീറ്റ് ആവുള്ളൂ. വി ഗേവ് കെവിൻ എ വൗച്ചർ. സോ അവിടെ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മാർക്ക് ഈസ് റൈറ്റിംഗ്, അവിടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ലെറ്റർ എന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പൂർണ്ണത വരുന്നത്. അതുകൊണ്ടാണ് അതിന് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. എന്നാൽ ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്ത വെർബുകളെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയാം. The novel by Raja Rao that explores the national freedom struggle. രാജ റാവുവിന്റെ ഏത് നോവലിലാണ് നാഷണൽ ഫ്രീഡം സ്ട്രഗിളിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണിത്. കാന്തപുരയാണ് ശരിയുത്തരം. ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ് is the alternative title of.
തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് വർക്കിന്റെ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ ആണ് ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഡിജക്ഷൻ ആൻഡ് ഓഡ്, ഓപ്ഷൻ ബി ഓഡ് ഓൺ ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, ഓപ്ഷൻ സി ദ പ്രെല്യൂഡ്, ചിഞ്ചനാദി. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ദ പ്രില്യൂഡിന്റെ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ ആണ് ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ് എന്ന് പറയുന്നത്. ദ പ്രില്യൂഡ് ഓർ ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ് ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ പോം. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ദ പ്രില്യൂഡ് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ പോയാണ്. മാത്രമല്ല അത് പോസ്റ്റ്യൂമസ്ലി അദ്ദേഹത്തിന്റെ മരണശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കൂടെയാണ്. മാർക്സ് റോട്ട് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ കൊളാബറേഷൻ വിത്ത്. ആരോട് കൂടെ ചേർന്നാണ് മാർക്സ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എഴുതുന്നത്? എംഗൽസ്, ഹേഗൽ, കാന്റ്, ലെനിൻ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. മാർക്സും എംഗൽസും കൂടിയിട്ടാണ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. ഡു നോട്ട് ഗോ ജെന്റൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് ഇസ് അഡ്രസ്ഡ് ടു ദ പോയറ്റ്സ്, ക്ലോസ് ഫ്രണ്ട്, ഫാദർ, മദർ, ബ്രദർ. ഡു നോട്ട് ഗോ ജെന്റൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ആ പോയം ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഫാദർ ആണ്. ഡു നോട്ട് ഗോ ജെന്റൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് വെൽഷ് പോയറ്റ് ആയിട്ടുള്ള ഡൈലൻ തോമസിന്റെ വർക്കാണ്. ഇത് അദ്ദേഹത്തിന്റെ ഫാദറിന് വേണ്ടി എഴുതിയിട്ടുള്ള പോയാണ്. ദ സ്യൂഡോണിം ഏലിയ റെഫേഴ്സ് ടു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏലിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്യൂഡോണിമിൽ അറിയപ്പെടുന്ന പോയറ്റ് ആരാണെന്നാണ് ചോദ്യം. ചാൾസ് ലാംബ്, സാമുവൽ ജോൺസൺ, ഓസ്കർ വൈൽഡ്, H.G. വെൽസ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ചാൾസ് ലാംബ് ആണ് ഏലിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്യൂഡോണിമിൽ അറിയപ്പെടുന്നത്. കംപ്ലീറ്റ് ദ കോട്ട്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഡാഷ്, ഐസ്, ഇയേഴ്സ്, എഫേർട്സ്, എൻഡേവേഴ്സ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്നാണ്. Friends, Romans, countrymen, lend me your ears is the first line of the speech by Mark Antony in the play Julius Caesar by William Shakespeare. വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ പ്ലേയില് മാർക്ക് ആന്റണിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് തുടങ്ങുന്നത് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഓവിഡ് റോട്ടൻ. തന്നിരിക്കുന്ന ഏത് ഭാഷയിലാണ് ഓവിഡ് എഴുതിയിരുന്നതെന്നാണ് ചോദ്യം. ലാറ്റിൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ, റൊമാനിയൻ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ലാറ്റിൻ ആണ്. ദ പ്രൊപ്പോണന്റ് ഓഫ് ബേസിക് ഇംഗ്ലീഷ്. ബേസിക് ഇംഗ്ലീഷിന്റെ പ്രൊപ്പോണന്റ് ആരാന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ CK ഓഡ്ജൻ ആണ്. ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ ഫാൽക്കണർ is a line from a poem by. ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ ഫാൽക്കണർ എന്ന് പറയുന്നത് ആരുടെ പോയത്തിലെ വരികളാണെന്നാണ് ചോദ്യം. W.B. Yeats, G.M. Hopkins, Tom Gunn, Emily Dickinson. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ W.B. Yeats ആണ്. The line Falcon cannot hear the falconer is from the poem The Second Coming by W.B. Yeats. W.B. Yeatsന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് The Second Coming. The Second Comingലെ ഒരു വരിയാണ് The Falcon cannot hear the falconer എന്നുള്ളത്. The sun is behind me, nothing has changed since I began. These lines are by. തന്നിരിക്കുന്ന വരികൾ ഏത് പോയിന്റിന്റേതാണെന്നാണ് ചോദ്യം. തോമസ് ഹാരി, ടെഡ് ഹ്യൂഗ്സ്, സിൽവിയ പ്ലാത്ത്, കമല ദാസ്. The sun is behind me, nothing has changed since I began എന്ന് പറയുന്നത് ഹോക്ക് റൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ വരികളാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ ബി ടെഡ് ഹ്യൂഗ്സ് ആണ്. വേലാർ ഇൻ ഫൊനറ്റിക്സ് റെഫേഴ്സ് ടു. വേലാർ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ദ സോഫ്റ്റ് പാലറ്റ്, ഓപ്ഷൻ ബി ദ ഹാർഡ് പാലറ്റ്, ഓപ്ഷൻ സി ദ ടങ്, ഓപ്ഷൻ ഡി ദ ഗ്ലോട്ടസ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫോണറ്റിക്സിൽ നമ്മൾ വീലാർ എന്ന് പറയുന്നത് സോഫ്റ്റ് പാലറ്റിനെയാണ്. ലിയോണ്ടീസ് ആൻഡ് ഹെർമയോണി ആർ കിങ് ആൻഡ് ക്വീൻ ഇൻ ഷേക്സ്പിയർസ് പ്ലേ. ഷേക്സ്പിയറിന്റെ ഏത് പ്ലേയിലാണ് ലിയോണ്ടീസിനെയും ഹെർമയോണിയെയും നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഷേക്സ്പിയറിന്റെ ദ വിന്റേഴ്സ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലാണ് ലിയോണ്ടീസിനെയും ഹെർമയോണിയെയും നമുക്ക് കിങ് ആൻഡ് ക്വീൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ദ മഡ് സ്റ്റോൺസ് ഇൻ ഡേവിഡ് കോപ്പർഫീൽഡ്. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞ വർക്കിലെ മഡ് സ്റ്റോൺസിന്റെ റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. ബ്രദർ ആൻഡ് സിസ്റ്റർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫാദർ ആൻഡ് സൺ, അങ്കിൾ ആൻഡ് ഓണ്ട്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. മഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ബ്രദറും സിസ്റ്ററും ആണ്. ഇൻ ചാൾസ് ഡിക്കൻസ് ഡേവിഡ് കോപ്പർഫീൽഡ്, മിസ്റ്റർ എഡ്വേർഡ് മഡ്സ്റ്റോൺ ഇസ് ഡേവിഡ്സ് ക്രൂവൽ, ഡിക്റ്റേറ്റോറിയൽ സ്റ്റെപ്പ് ഫാദർ ആൻഡ് എ പ്രൈമറി ആന്റഗോണിസ്റ്റ്. ഡേവിഡ് കോപ്പർഫീൽഡ് എഴുതിയിരിക്കുന്നത് ചാൾസ് ഡിക്കൻസ് ആണ്. അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഡേവിഡിന്റെ
സ്റ്റെപ്പ് ഫാദർ ആയിട്ട് വരുന്ന ഒരാളാണ് എഡ്വേർഡ് മർഡ്സ്റ്റോൺ എന്ന് പറയുന്നത്. ദ മർഡ്സ്റ്റോൺസ് ഇൻ ഡേവിഡ് കോപ്പർഫീൽഡ് ആർ എ ക്രൂവൽ ബ്രദർ സിസ്റ്റർ പെയർ, എഡ്വേർഡ് ആൻഡ് ജെയിൻ, ഹു ഒപ്രസ് ഡേവിഡ് ആൻഡ് ഹിസ് മദർ. ഇതിൽ മർഡ്സ്റ്റോൺസ് ഒരു ക്രൂവൽ ക്യാരക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എഡ്വേർഡ് ആൻഡ് ജെയിൻ ആണ് ആ ബ്രദറും സിസ്റ്ററും എന്ന് പറയുന്നത്. ദ ഫീമെയിൽ യൂണിക് ഇസ് വർക്ക് ബൈ ഓപ്ഷൻ എ സീമൻ ജിബുവ, ഓപ്ഷൻ ബി ജെറിഡ് ബട്ട്ലർ, ഓപ്ഷൻ സി ജെർമെയിൻ ഗ്രിയ, ഓപ്ഷൻ ഡി കേറ്റ് മില്ലറ്റ്. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ജെർമെയിൻ ഗ്രിയർ ആണ് ദ ഫീമെയിൽ യൂണിക് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ നോർമൻ കോൺക്വസ്റ്റ് ഒക്കേർഡ് ഇൻ, ഏത് ഇയറിലാണ് നോർമൻ കോൺക്വസ്റ്റ് നടക്കുന്നത്? ഓപ്ഷൻ ബി 1066 ആണ് ശരിയുത്തരം. കേർഡ്സ് ആസ് എ ക്യാരക്ടർ ഇൻ, തന്നിരിക്കുന്ന ഏത് വർക്കിലാണ് നമുക്ക് കേർഡ്സിനെ കാണാൻ പറ്റുക? ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലാണ് നമുക്ക് കേർഡ്സിനെ കാണാൻ പറ്റുക. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു നോവലയാണ്. അത് എഴുതിയിട്ടുള്ളത് ജോസഫ് കൊൺറാഡ് ആണെന്നും ഓർത്തിരിക്കുക. ടു മീറ്റ് വൺസ് മേക്കർ മീൻസ്, എന്താണ് ടു മീറ്റ് വൺസ് മേക്കർ എന്നുള്ളതിന്റെ അർത്ഥം? ഓപ്ഷൻ എ ഹാവ് എ പ്രൈവറ്റ് ടോക്ക് വിത്ത് വൺസ് മെയിൽ പാരന്റ്, ഓപ്ഷൻ ബി ടു ഹാവ് എ one-to-one with one's main tutor, ഓപ്ഷൻ സി ടു കൺഫെസ് വൺ സെൻസ് ഇൻ ചർച്ച്, ഓപ്ഷൻ ഡി ടു ഡൈ. ടു മീറ്റ് വൺസ് മേക്കർ എന്ന് വെച്ചാൽ ടു ഡൈ എന്നാണ് അർത്ഥം. The stanzaic pattern of elegy written in a country churchyard. Couplet, tercet, quatrain, sestet. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വാട്രെയിൻ ആണ് ശരിയുത്തരം. Elegy written in a country churchyard is composed of 32 stanzas, with the last 3 being an epitaph of 3 additional stanzas. തോമസ് ഗ്രേയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയാണ് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്നത്. അതിൽ ടോട്ടൽ 32 സ്റ്റാൻസാസ് ഉണ്ട്. അവസാനം 3 സ്റ്റാൻസയാണ് എപ്പിറ്റാഫിനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 4 വരികളുള്ള 32 സ്റ്റാൻസയാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ക്വാട്രെയിൻസ് എന്ന് പറഞ്ഞത്. ഈ സ്റ്റാൻസ ഫോളോ ചെയ്യുന്നത് ABAB റൈം സ്കീം ആണെന്നും കൂടെ ഓർത്തിരിക്കുക. A game of chess is the title of a section of a long poem by. തന്നിട്ടുള്ള ഓപ്ഷൻസിലെ ഏത് പോയറ്റിന്റെ വർക്കിലാണ് എ ഗെയിം ഓഫ് ചെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉള്ളത്? ഓപ്ഷൻ എ T.S. എലിയറ്റ്, ഓപ്ഷൻ ബി S.T. കോളറിഡ്ജ്, ഓപ്ഷൻ സി റോബർട്ട് ഫ്രോസ്റ്റ്, ഓപ്ഷൻ ഡി റോബർട്ട് സൗദേ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ T.S. എലിയറ്റ് ആണ്. T.S. എലിയറ്റിന്റെ ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലോങ് പോയത്തിലെ ഒരു സെക്ഷൻ ആണ് എ ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റ് സെക്ഷൻസും കൂടെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ദ ബറിയൽ ഓഫ് ദ ഡെഡ്, എ ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമൺ, Death by water, what the thunder said. ഇങ്ങനെ 5 സെക്ഷൻസ് ആണ് ദ വേസ്റ്റ് ലാൻഡിനുള്ളത്. Some are born great, some achieve greatness, others have greatness dashed upon them. സോ നമ്മളവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. Greatness crowned upon them, greatness achieved upon them, greatness laid upon them, greatness thrust upon them. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി greatness thrust upon them എന്നാണ്. Some are born great, some achieve greatness, and some have greatness thrust upon them is a famous line from Shakespeare's 12th Night. ഈ വരികൾ നമുക്ക് ഷേക്സ്പിയറിന്റെ 12th Night എന്ന് പറഞ്ഞ പ്ലേയിലാണ് കാണാൻ പറ്റുക. Piers Plowman is a poem by. തന്നിരിക്കുന്നതിൽ ആരുടെ വർക്കാണ് പിയേഴ്സ് പ്ലോമൻ എന്നാണ് ചോദ്യം. ലാംഗ്ലൻഡ് ആണ് ശരിയുത്തരം. On heroes, hero worship, and the heroic in history is written by. ആരാണ് ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ദ ഹീറോയിക് ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ ചെസ്റ്റർട്ടൺ, ഓപ്ഷൻ ബി കാർലൈൽ, ഓപ്ഷൻ സി ബോസ്, ഓപ്ഷൻ ഡി ബർക്ക്. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി കാർലൈൽ ആണ്. The look and say method of teaching reading focuses on the recognition of. ലുക്ക് ആൻഡ് സേ മെത്തേഡ് എന്ന് പറയുന്നത് എന്തിന്റെ റെക്കഗ്നിഷനിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിലബിൾസ്, ഓപ്ഷൻ ബി സെഗ്മെന്റ്സ്, ഓപ്ഷൻ സി വേർഡ്സ്, ഓപ്ഷൻ ഡി സെന്റൻസസ്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി വേർഡ്സ് ആണ്. വേർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിലാണ് ലുക്ക് ആൻഡ് സേ മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത്. ദ തിയേറ്റർ നോൺ ഫോർ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് W.B. Yeats. W.B. Yeatsുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തിയേറ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഗ്ലോബ്, ഐറിഷ് ഫ്രീ, ആൽബേ, വൈൽഡ് ഗീസ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആൽബേ തിയേറ്റർ ആണ്. ആൽബേ തിയേറ്റർ എവിടെയാണുള്ളത്? ഡബ്ലിൻ, അയർലൻഡിലാണുള്ളത്. വിച്ച് W.B. Yeats co-founded with Lady Gregory in 1904. W.B. Yeatsും ലേഡി ഗ്രിഗറിയും കൂടെ 1904 ആൽബേ തിയേറ്റർ ഡബ്ലിനിൽ തുടങ്ങുന്നത്. ദ പോയറ്റ്സ് പോയറ്റ്. ആരാണ് പോയറ്റ്സ് പോയറ്റ് എന്നറിയപ്പെടുന്നത്? സിഡ്നി, സ്പെൻസർ, മിൽട്ടൺ, മാർലോ.
പോയറ്റ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സ്പെൻസർ ആണ്. The English poet Edmund Spenser is the most famous recipient of this title bestowed upon him by Charles Lamb. ചാൾസ് ലാംബ് ആണ് സ്പെൻസറെ പോയറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചത്. The first masterpiece of modernism in English. സോ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് ഫസ്റ്റ് മാസ്റ്റർപീസ് ഓഫ് മോഡേണിസം ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റുക? ഓപ്ഷൻ എ ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രിഫ്രോക്ക് ആണ് ശരി ഉത്തരം. സൽമാൻ റുഷ്ദിസ് ലേറ്റസ്റ്റ് നോവൽ. സൽമാൻ റുഷ്ദിയുടെ ലേറ്റസ്റ്റ് നോവൽ ഏതാണ്? ദ 11th Hour ആണ് സൽമാൻ റുഷ്ദിയുടെ ലേറ്റസ്റ്റ് നോവൽ എന്ന് പറയുന്നത്. ലോങ് ജോൺ സിൽവർ ഇസ് ആൻ ആന്റി ഹീറോ ഹു അപ്പിയേഴ്സ് ഇൻ. ലോങ് ജോൺ സിൽവർ എന്ന് പറയുന്നത് ഒരു ആന്റി ഹീറോയാണ്. ഏത് നോവലിലാണ് അദ്ദേഹം അപ്പിയർ ആവുന്നത് എന്നാണ് ചോദ്യം. കോറൽ ഐലൻഡ്, ട്രഷർ ഐലൻഡ്, ദ ഐലൻഡ് ഓഫ് ദ ഡേ ബിഫോർ, റോബിൻസൺ ക്രൂസോ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ട്രഷർ ഐലൻഡിലാണ് നമുക്ക് ലോങ് ജോൺ സിൽവറിനെ കാണാൻ പറ്റുക. ദ അബ്രിവിയേഷൻ എറ്റാൾ സ്റ്റാൻഡ്സ് ഫോർ. എറ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ചുരുക്ക രൂപത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആൻഡ് അതേഴ്സ്, ഓപ്ഷൻ ബി ഓൾ ആൻഡ് ഓൾ, ഓപ്ഷൻ സി ആൻഡ് ടാലി, ഓപ്ഷൻ ഡി ആൻഡ് ലോങ്. നമ്മൾ ഒരാളുടെ പേരിന് ശേഷമാണ് എറ്റാൾ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുക. സോ അതിന്റെ അർത്ഥം എന്താണ്? ആൻഡ് അതേഴ്സ് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് വാസ് റിട്ടൺ ബൈ. ആരാണ് ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ ജോർജ് എലിയറ്റ്, ഓപ്ഷൻ ബി തോമസ് ഹാരി, ഓപ്ഷൻ സി ചാൾസ് ഡിക്കൻസ്, ഓപ്ഷൻ ഡി ഇ.എം. ഫോസ്റ്റർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി തോമസ് ഹാരി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ ഫോക്കസ് ഓഫ് ന്യൂ ക്രിറ്റിസിസം ഇസ്. ന്യൂ ക്രിറ്റിസിസത്തിന്റെ സെൻട്രൽ ഫോക്കസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ഓതേഴ്സ് ബയോഗ്രഫി, ഓപ്ഷൻ സി ക്ലോസ് റീഡിംഗ് ഓഫ് ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്, ഓപ്ഷൻ ഡി റീഡേഴ്സ് ഇമോഷണൽ റെസ്പോൺസ്. നമുക്കറിയാം ന്യൂ ക്രിറ്റിസിസം ടെക്സ്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തിയറിയാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ക്ലോസ് റീഡിംഗ് ഓഫ് ദി ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇതോടുകൂടെ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.